പാകിസ്ഥാന് മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ മറുപടിക്കുള്ള സമയക്രമം തീരുമാനിക്കാനുള്ള അവകാശം സൈന്യത്തിന് രാഷ്ട്രീയ നേതൃത്വം വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആക്രമണ രീതി, സമയക്രമം, ടാർഗറ്റ് എല്ലാം തീരുമാനിക്കാനുള്ള ഒരു ഇച്ഛാശക്തി സൈന്യത്തിനുണ്ടാകണം. പക്ഷെ അതിനുള്ള സാങ്ഷൻ ചെയ്യുക, അതിനുള്ള ഓർഡറുകൾക്ക് താഴെ ഒപ്പ് ചാർത്തുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചുമതല. പാകിസ്ഥാനിൽ സമാന്തരമായി അങ്കലാപ്പ് തുടങ്ങി. എത്രയധികം പ്രചരണ യുദ്ധം പാകിസ്ഥാൻ നടത്തിയാലും പാകിസ്ഥാനുള്ളിൽ ഇപ്പോഴൊരു പൊതുവികാരമുണ്ട്. ഈ അബദ്ധമാണ് കാട്ടിയത്. പഹൽഗാമിലെ ആക്രമണം അനവസരത്തിലുള്ളതായിരുന്നു. അത് വലിയ അബദ്ധമാണ്. അത് പാകിസ്ഥാൻ ജനറൽ നേരത്തെ സൂചിപ്പിച്ച പാകിസ്ഥാൻ ജനറൽ അസിം മുനീറിന്റെ തീവ്ര പ്രസ്താവനകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് വായിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തുറന്നു കാട്ടാൻ ഭാരതത്തിന് കഴിയുന്നുണ്ട്, ഇനിയും കഴിയുകയും ചെയ്യാം. അപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാനായി ഏറ്റവും ബുദ്ധിപരമായ മാർഗമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ രാത്രി 2 മണിയായപ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയ നേതൃത്വം ഉണർന്ന് ലോകത്തിനോടായി അലർട്ട് പറയുകയാണ്. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കുകയാണ്. ഭാരതം 36 മണിക്കൂറിനുള്ളിൽ ആക്രമിക്കും, അതിന് ഞങ്ങൾക്ക് വിശ്വസ്തമായ വിവരങ്ങൾ കിട്ടി എന്ന് രാത്രിയുടെ മറവിൽ പറയുകയാണ്. ഇതൊരു ഭയാശങ്കയാണ്. ഞെട്ടി ഉണർന്ന് പറയുന്നതിന് തുല്യമായിട്ട് മാത്രമേ കാണാനാവൂ. ആക്രമിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി, രാജ്യത്തിന്റെ മുഴുവൻ തീരുമാനം സൈനിക നേതൃത്വത്തെ രാഷ്ട്രീയ നേതൃത്വം അറിയിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രതികരണമാണ് ആക്രമണം. അത് ഭീകര നെറ്റ്വർക്കിന് മേലാകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. കാരണം സൈന്യത്തിന് മേലുള്ള ആക്രമണമോ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണമോ ഒന്നുമല്ലായിരിക്കാം ഒരുപക്ഷെ ഭാരതം പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് വിഷയം കൊണ്ടുപോകുക വഴി കാശ്മീർ വിഷയം വീണ്ടും സജീവമായി നിലനിർത്തുക എന്ന പാകിസ്ഥാന്റെ ഉദ്ദേശ ലക്ഷ്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ 1972 സിംല കരാർ നിന്നും ഏകപക്ഷീയമായി പാകിസ്ഥാൻ പിന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ നിയന്ത്രണ രേഖ അപ്രസക്തമാകുകയാണ്. മാനിച്ചിരുന്നത് എന്നുള്ള ഒരു ചോദ്യമല്ലേ ശ്രീ മോഹൻ വർഗീസ്? മാത്രമല്ല, ഇന്നലെയൊക്കെ അതിർത്തി കടന്നാണ് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ പോലും ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നേ എന്ന് നിലവിളിക്കുന്ന സമയത്ത് പോലും അവരൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെയോ ഒന്നിനെ തന്നെയും അവനവന്റെ നിലയോ വിലയോ ഒന്നിനെയും മാനിക്കുന്നില്ല. അങ്ങനെയാണ്. തീർച്ചയായും ഒരു രീതിയിലും അതിർത്തി മാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് 1972 സിംല കരാറിൽ നിന്നും പിന്മാറിയത്. കാശ്മീരിന്റെ ഭാഗം ഞങ്ങളെ ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള പാകിസ്ഥാൻ ജനറലിന്റെ പ്രസ്താവന വന്നു. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പല ആവർത്തി അത് പറയുകയും ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും ആ കരാർ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ കരാർ റദ്ദായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിലേക്ക് ഏത് നിമിഷവും ഇന്ത്യൻ സേനാ നീക്കം ഉണ്ടാകും. റദ്ദാക്കുക തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വേണ്ടത്. അത് ഇന്ത്യയുടെ അടുത്ത നടപടികൾക്ക് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കുറച്ചുകൂടി എളുപ്പമാക്കുക എന്നതാണ് പാകിസ്ഥാൻ സത്യത്തിൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വളരെ നന്ദി പ്രതികരണം അറിയിച്ചതിന്. തീർച്ചയായും